ഞങ്ങളങ്ങനെ ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇന്ന് ഓൾറെഡി ശനിയാഴ്ചയായി. ഞങ്ങളിപ്പോൾ ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടതൊക്കെ ഇങ്ങോട്ടൊന്ന് വിരിക്കാൻ വേണ്ടി ബാൽക്കണിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ പുറകിൽ ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഏടാപ്പി ഹെൽമണമൊക്കെ എന്തുകൊണ്ടാണെന്നറിയാം, ഞാനിപ്പോൾ അവരെ ബാൽക്കണി ക്ലോസ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച കാണിച്ചു തരാമേ. അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലെ പുതിയ അതിഥിയെ കണ്ടോ? ആക്ച്വലി ഇതൊരു പ്രാവാണ് കേട്ടോ. ഞാൻ ഇതേണ്ട ഇതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. 2 മുട്ട ഇട്ടിട്ട് ആ മുട്ടയ്ക്ക് അടയിരിക്കുവാണിതേ. കണ്ടോ, നമ്മളൊന്നും പേടിയൊന്നുമില്ല കേട്ടോ. കാരണം ഇവരിതിന് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ മനുഷ്യരോട് വലിയ പേടിയൊന്നുമില്ല. എല്ലാവരോടും നല്ല ഇണക്കമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വേണ്ടേ മുട്ടയ്ക്ക് അടയിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഇതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഹെലിനൊക്കെ ഇതൊരു വലിയ കൗതുകമാണ്. കാരണം ഇവിടെ ഒരു കിളി ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര കൗതുകമാണേ. ഇത് ഇഹാക്കുട്ടൻ്റെ ഒരു പഴയ സൈക്കിളാട്ടോ. അവരിവിടെ വെറുതെ വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് കുറേ എന്താ പറയുന്നത്, എങ്ങാണ്ട് കുറേ ഇലകളും എന്താ പറയുന്നത് കുറേ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ചെറിയ കൂട് പോലൊക്കെ സെറ്റ് ചെയ്ത് ആളിവിടെ വന്ന് മുട്ടയിട്ടു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അടയിരിക്കും. പിന്നെ പോയി തീറ്റ തേടി പോവും. പിന്നെയും തിരിച്ചു വരും. അങ്ങനെ ഇതാണ് കേട്ടോ ഇവിടുത്തെ പുതിയ ആൾ. ഇതിന് മുന്നേ നമ്മുടെ അപ്പുറത്തെ ഇവർക്ക് വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അപ്പുറത്തെ ചെറിയ ബാൽക്കണി പോലെ ഉണ്ട്. അവിടെയും ഇതിന് മുന്നേ കിളികൾ വന്നിരുന്നിരുന്നു, മുട്ടയിട്ടിരുന്നു. പക്ഷെ അന്നേരം ഒന്നും നമ്മൾ റീലൊന്നും എടുത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. എത്ര എന്താ പറയുന്നത് ഭംഗിയായിട്ടാണ് അതിന് അവിടെ ഇരിക്കുന്നത്. നോക്കിയേ, എന്നെ ഒന്നും ഒരു പേടിയില്ല കേട്ടോ. ഞാൻ ഇത്രയും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടും അത് പറന്നു പോകാനോ ഒന്നും നോക്കുന്നില്ല കേട്ടോ. അതിനറിയാം അതിനെ ഉപദ്രവിക്കില്ല. അതിനോട് എന്താ പറയുന്നത്, അതിനോട് നമ്മൾക്കൊരു കരുണയുണ്ടെന്നുള്ളത് അതിന് മനസ്സിലായി കേട്ടോ. എന്തായാലും നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ.